വിയറ്റ്നാമിലെ ഫോട്ടോസോ വീഡിയോസോ കണ്ടവർക്ക് അറിയണ്ടാവും. കണ്ടൽക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് വെള്ളത്തിലൂടെ ചെറിയ തോണിയിൽ തുഴഞ്ഞു പോകുന്ന സീൻ. ആ സംഭവം മിക്കോങ് ഡെൽറ്റ എന്ന് പറഞ്ഞ ഈ സ്ഥലത്താണ്. ശരിക്കുള്ള വിയറ്റ്നാം അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുമ്പുറവും നാട്ടുകാരൊക്കെ കാണണമെങ്കിൽ ഇവിടെ വരണം. വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിൽ നിങ്ങൾ വരികയാണെങ്കിൽ സിറ്റിൻ്റെ ഔട്ട്സ്കേർട്സിൽ കാണാൻ പറ്റിയ 1-2 സ്ഥലങ്ങളാണ് മിക്കോങ് ഡെൽറ്റയും കോച്ചി ടണലും. ഇത് രണ്ടും എങ്ങനെ പ്ലാൻ ചെയ്ത് പോകാന്നുള്ളത് വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ ഷെയർ ചെയ്യാം. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മിക്കോങ് ഡെൽറ്റയാണ്. മിക്കോങ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലൊക്കേഷനല്ല, അത് പല സ്ഥലങ്ങളിലായി ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. വിയറ്റ്നാമീസിന് വേണ്ട ഫിഷ്, റൈസ്, കോക്കനട്ട്, ഫ്രൂട്ട്സ് ഇതിൻ്റെ എല്ലാം നല്ലൊരു പോർഷൻ കൃഷി ചെയ്യുന്നത് ഇവിടെയാണ്. റോഡ് വഴി വന്ന് ഒരു ഫെറി പിടിച്ച് ആദ്യം എത്തിയത് ഈ കോക്കനട്ട് ഐലൻഡിലാണ്. കുറേ തെങ്ങ് പിടിപ്പിച്ച നാട്ടിലൊരു തുരുത്താണെന്ന് കരുതരുത്. തെങ്ങും തേങ്ങയും കൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല അപ്പുറം ഇവർ ചെയ്യുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന തെങ്ങിൻ്റെ പല ഭാഗങ്ങളും ഇവർ രൂപം മാറ്റി പല പ്രൊഡക്ട്സും ആക്കുന്നുണ്ട്. തേങ്ങ കൊണ്ടുണ്ടാക്കിയ സ്വീറ്റ്സ്, ചിരട്ട കൊണ്ടുണ്ടാക്കിയ പല നിർമ്മിതികൾ, ഇങ്ങനെ പല വെറൈറ്റി പ്രൊഡക്ട്സ് അവിടെ കണ്ടു. തേങ്ങ കൊണ്ട് മാത്രമല്ല, അവിടെ കിട്ടുന്ന പാമ്പിനും തേളിനും വരെ അവർ പ്രൊഡക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സ്നേക്ക് വൈനാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ആ പോക്ക് ഇങ്ങനെയാവുമെന്ന് കരുതിയില്ല. ലാംബ്രോ 350 ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇവിടുത്തെ. വണ്ടിൻ്റെ പേര് ലാംബോ ആണെങ്കിലും ഇവർ ലോക്കലായി വിളിക്കുന്ന ലംബോർഗിനിന്ന്. റൈഡ് കഴിഞ്ഞ് ലഞ്ചിനുള്ള റെസ്റ്റോറൻറ്റ് പോകുമ്പോഴും കൗതുകത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഫുഡും വെജിറ്റേറിയൻ ഐറ്റംസും ആണ് പ്രിഫറൻസ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കി അവർ കുറച്ച് അവിടെ നിരത്തി. പിന്നെ സൂപ്പ്. ലഞ്ചിന് ശേഷമായിരുന്നു നമ്മളെ ട്രിപ്പിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട്. ആ ചെറിയ തോണിയിൽ പോകാനുള്ള പ്ലാനാണ്. ശരിക്കും ഇതൊരു കണ്ടൽക്കാടെന്ന് പറയാൻ പറ്റില്ല. കണ്ടൽക്കാട് പോലെ പരന്നു കിടക്കണ അവരെ കൃഷിസ്ഥലത്തിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ യാത്ര. നമ്മളെ കൊണ്ടുപോകുന്നത് അവിടുത്തെ ലോക്കൽ വിയറ്റ്നാമീസാണ്. വിയറ്റ്നാമീസിൻ്റെ ആ തൊപ്പിയും കൂടെ ഇട്ട് ആ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു ഫീല് കിട്ടും. തോണിയിലെ യാത്ര കഴിഞ്ഞ് നമ്മളൊരു ടീ പാർട്ടിക്ക് കൊണ്ടുപോയി. വെറും ചായ അല്ല, തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന ബീ പോലൻ അല്ലെങ്കിൽ പൂമ്പൊടി എന്നൊക്കെ പറയുന്ന സംഭവം കൊണ്ടുണ്ടാക്കിയ ചായ. ചായയിൽ തേൻ മിക്സ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ചുറ്റിപ്പറ്റി തേനീച്ചകളും ഉണ്ടാവും. പല ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ ബീ പോലൻ എന്ന് കേട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വേറൊരു വീടിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് സൽക്കാരങ്ങൾ ഇനിയുണ്ടെന്ന്. ചായ കഴിഞ്ഞ് ഇത്തവണ ഫ്രൂട്ട്സാണ്. അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഫ്രൂട്ട്സ് നിരത്തി വെച്ച് ലോക്കൽ ലാംഗ്വേജിൽ പാട്ടും പാടി ഒരു സൽക്കാരം. ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളതാണെങ്കിലും ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്. ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് അല്ല.
ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്ന ഫെറി തന്നെയാണ് തിരിച്ച് നമ്മളെ കൊണ്ടുപോയത്. ബോട്ടിൽ നിന്ന് നല്ല ഫ്രഷ് ഇളനീരും വെട്ടിത്തന്ന് മിക്കോങ് ഡെൽറ്റ ട്രിപ്പ് അവിടെ വൈൻഡപ്പ് ചെയ്തു. അന്നത്തെ ദിവസം മിക്കോങ് ഡെൽറ്റ അല്ലാതെ വേറൊരു സ്ഥലം കൂടെ പോയി നമ്മൾ, കൂച്ചി ടണൽ. കൂച്ചി ടണൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 250 കിലോമീറ്ററോളം ഡിസ്റ്റൻസുള്ള ടണലുകളുടെ ഒരു നെറ്റ്വർക്കാണ്. 1940 ഫ്രഞ്ചുകാർ ഇവിടെ ഭരിച്ചിരുന്ന കാലത്താണ് ഈ ടണൽ ഉണ്ടാക്കിയത്. പിന്നെ 1960 അമേരിക്കക്കാർ വന്ന് ഭരിച്ചപ്പോൾ ടണൽ നെറ്റ്വർക്ക് പിന്നെയും വലുതാക്കി. എണ്ണായിരത്തോളം ആൾക്കാരുള്ള അമേരിക്കൻ ആർമി ഇവിടെ കുറേ ബോംബിട്ടിട്ടും അരിച്ച് പെറുക്കിയിട്ടും വിചാരിച്ച പോലെ വിയറ്റ്നാമീസിനെ പിടിക്കാൻ പറ്റിയില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ഒളിച്ചിരിക്കുകയായിരുന്നു. അന്ന് വിയറ്റ്നാമീസ് സൈഡിലുള്ള സോൾജേഴ്സിനെ വിളിച്ചിരുന്നത് ഗൊറില്ല ഫൈറ്റേഴ്സ് എന്നാണ്. അവർക്ക് ഈ സ്ഥലത്തിനെ പറ്റിയും അവിടുത്തെ ട്രാപ്പുകൾ, അവിടുത്തെ ടണലുകൾ എല്ലാതും A to Z അറിയാം. പലതരത്തിലുള്ള ട്രാപ്പുകളാണ് കുഴിക്ക് ഇറങ്ങാനൊക്കെ ആരെങ്കിലും ശ്രമിച്ചാൽ. പക്ഷെ ഇതിൻ്റെ ഒന്നും നോളജ് ഇല്ലാത്ത അമേരിക്കൻ ആർമിക്ക് ഇവിടെ സർവൈവ് ചെയ്യൽ ഭയങ്കര പാടായിരുന്നു. അന്ന് യൂസ് ചെയ്തിരുന്ന പല വെപ്പൺസും ഇവിടെ വരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. വെടിവെക്കാനുള്ള ഉണ്ടൊക്കെ പൈസ കൊടുത്താൽ മതി. ഒരു 20-25 മീറ്റർ ദൂരമുള്ള ഒരു ടണലിൽ നമ്മളും കയറി. കുനിഞ്ഞ് നടക്കാനും ശ്വസിക്കാനും നല്ല പാടാണ് അതിൻ്റെ ഉള്ളിൽ. ടണലിൻ്റെ സൈസ് കണ്ടാൽ അറിയാം അതിൽ വിയറ്റ്നാമീസിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അമേരിക്കൻ ആർമി ആണെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യണമെന്ന്. കൂച്ചി ടണൽ ടൂറ് ഒരു ഷോർട്ട് ട്രിപ്പാണെന്ന് പറയാം. വിയറ്റ്നാമിൻ്റെ ഹിസ്റ്ററി അറിയാൻ താല്പര്യമുള്ളവർക്ക് വന്ന് കാണാം. ഇനി മിക്കോങ് ഡെൽറ്റയും കൂച്ചി ടണലും എങ്ങനെ പ്ലാൻ ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ സ്വന്തമായിട്ട് ക്യാബ് വിളിച്ച് പോയാലോ എന്ന് ഞാനും ആലോചിച്ചതാണ്. പക്ഷേ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ റിട്ടേൺ ക്യാബ് കിട്ടാനും പാടാണ്. ഷോർട്ട് ടൈമിൽ ഇത്രയും കാണണമെങ്കിൽ ഒരു ഗൈഡ് ഉണ്ടാവുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമ്മൾ ഈ ഡേ പാക്കേജ് ബുക്ക് ചെയ്തത് ക്ലൂക്ക് ആപ്പിലാണ്. ഒരു ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത ഉടനെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് അവർ ഷെയർ ചെയ്യും. രാവിലെ എവിടെ നിന്ന് പിക്ക് ചെയ്യും, എത്ര മണിക്ക് വരണം, ഈ ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ടാവും. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലിമോസിൻ പോലെയുള്ള വണ്ടി അല്ലെങ്കിൽ ബസ്സിൽ ആവും നമ്മളെ ട്രിപ്പ്. ലഞ്ചിന് നമ്മളെ ഫുഡ് പ്രിഫറൻസ് എന്താണെന്നും അവരോട് പറയാം. പാക്കേജിൽ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്ത് സെയിം ലൊക്കേഷനിൽ അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. മിക്കോങ് ഡെൽറ്റ കൂച്ചി ടണൽ ട്രിപ്പിൽ പാക്കേജിന് കൊടുത്ത എമൗണ്ട് അല്ലാണ്ട് എക്സ്ട്രാ ഒന്നും വന്നിട്ടില്ല. വിയറ്റ്നാമീസിൻ്റെ പ്രൊഡക്ട്സ് പലതും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് സ്ഥലങ്ങളും അവർ നമ്മളെ കൊണ്ടുപോയി. മുട്ടത്തോടുണ്ടാക്കുന്ന ഈ ആർട്ട് വർക്ക്സും മുള കൊണ്ടുണ്ടാക്കുന്ന പല പ്രൊഡക്ട്സും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ മിക്കോങ് ഡെൽറ്റ കൂച്ചി ടണൽ ട്രിപ്പിലെ വിശേഷങ്ങൾ ഇവിടെ തീരാണ്. കൂടുതൽ വിയറ്റ്നാം വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതാണ് വെള്ളത്തിലിട്ട് ട്രാപ്പ് ചെയ്തിട്ട് ഒരു തേങ്ങ ഒഴുകി വരുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ കുറച്ച് തൊപ്പിയിടാൻ തരുന്ന അല്ലെങ്കിൽ നാട്ടിലേതോ വഴി കൂടെ തോണി